السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلوم وأسرارهم وأنوارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നമ്മള് നിസ്കാരത്തിൽ വന്നു ചേരാവുന്ന കറാഹത്തുകളിൽപ്പെട്ട ചില കറാഹത്തുകളാണ് പറഞ്ഞ് ഇന്നലെ നിർത്തിയത്. ഇനി നമുക്ക് ഓതാനുള്ളത് അബ്ആദ് സുന്നത്തുകളെ കുറിച്ചും സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ്. അതായത് അബ്ആദ് സുന്നത്ത് പറയുന്നതിന്റെ തന്നെ പ്രധാന ലക്ഷ്യം ഒരു സുന്നത്ത് എന്നുള്ള ആൾക്ക് എണ്ണയല്ല, കാരണം അതൊക്കെ നേരത്തെ നിസ്കാരത്തിൽ തന്നെ പറഞ്ഞു പോയി. സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളും സഹ്വിന്റെ സുജൂദ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ഫസ്ലുൻ ഫി അബ്ആദി സ്വലാത്തി വ മുഖ്തളി സുജൂദി സഹ്വി. രണ്ടുകൂടി കൂട്ടിയിട്ടാ. ഫസ്ലുൻ ഫി അബ്ആദി സ്വലാത്തി, നിസ്കാരത്തിലെ അബ്ആദ് സുന്നത്തുകളെ കുറിച്ച് വിവരിക്കുന്ന ഫസ്ലാവുന്നു. വ മുഖ്തളി സുജൂദി സഹ്വി, സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്ന പ്രത്യേകമായ സുജൂദ്, ആ സുജൂദിന്റെ കാരണങ്ങളെ കുറിച്ചും. അപ്പോ മുഖ്യമായിട്ടുള്ളത് സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾ പറയാം. അത് പറയണമെങ്കിൽ അതിൽപ്പെട്ട രണ്ട് കാരണം പറയാം. ഒന്ന്, അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കുക, അതല്ലെങ്കിൽ അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒഴിവായി പോയോ എന്ന് സംശയിക്കുക. അപ്പൊ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ട രണ്ടെണ്ണവും ആകെ 5 കാര്യമാണ് ഇനി പറയാം. അതിൽ രണ്ടും അബ്ആദ് സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ആദ്യം അബ്ആദ് സുന്നത്ത് എന്താണെന്നൊന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മറ്റു 3 കാര്യങ്ങളും പറയും. അപ്പൊ സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചാ വിഷയം നടത്തും. തുസന്നു പിന്നെ ഒന്ന് പറഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്ന ഒരു പേരാണ്, അല്ലാതെ മറന്നതിന് വേണ്ടി ചെയ്യുന്ന സുജൂദ് എന്ന് മാത്രം അതിനർത്ഥം വെക്കേണ്ടതില്ല. കാരണം മറന്ന് ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും സഹ്വിന്റെ സുജൂദ് വേണ്ടി വരും. അപ്പൊ പിന്നെ അതിന്റെ പേര്, അതതിന്റെ ഒരു പേരാണ്. സഹ്വിന്റെ സുജൂദ് എന്നത് ഒരു പേരാണ്. ആ പേര് വരാൻ കാരണം അധികവും മറവി കാരണമാണ് ഈ സുജൂദ് വേണ്ടി വരുന്നത് എന്നതുകൊണ്ട് അങ്ങനെ പേര് പറഞ്ഞു മാത്രം. എന്നാൽ സഹ്വ് അല്ലാതെ, മറവി അല്ലാതെയും സുജൂദ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു പേരാണ് എന്നർത്ഥം. തുസന്നു, സുന്നത്താക്കപ്പെടും, സജദത്താനി, 2 സുജൂദ് ചെയ്യൽ സുന്നത്താക്കപ്പെടും. എപ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത്? ഖുബൈല സലാമിൻ, സലാമിന്റെ തൊട്ടു മുമ്പ്. ഖബിലിനെ ചെറുതാക്കി തസ്ഗീർ ചെയ്ത് പറഞ്ഞാണ് ഖുബൈൽ, അല്പം മുമ്പ് എന്നർത്ഥം. കാരണം നേരത്തെ പോരാ, സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ടാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരാള് സഹ്വിന്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്തഹിയ്യാത്തും സ്വലാത്തും ദുആവും ഒക്കെ ചൊല്ലിയാലോ? അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ലെങ്കിലും സുന്നത്തായ രീതി അങ്ങനെയല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞ് സ്വലാത്തും ചൊല്ലി ദുആവും കഴിഞ്ഞിട്ട് സലാം വീട്ടുന്നതിന്റെ മേലെ മുമ്പായിട്ട് സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് സലാം വീട്ടുക. അല്ലാതെ പിന്നെ അവിടെ ദ്വാരക്കലും ചെല്ലലും സുന്നത്തില്ല. ഇനി ഒരാളെ ചെല്ലിയോണ്ട് ബാത്തിലാവോ അതിന് രണ്ടാമത് സഹ്വിന്റെ സുജൂദ് ചെയ്യണോ എന്നുള്ള അർത്ഥത്തിനല്ല.
എങ്കിലും സുന്നത്തായ രീതി അതല്ല. സുന്നത്തായ രീതി സലാം വീട്ടുന്നതിന്റെ നേരെ മുമ്പ് സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സലാം വീട്ടുകയും ചെയ്യുക എന്നതാണ് അതിന്റെ സുന്നത്തായ രീതി. സംഗതി 2 സുജൂദാണ് ചെയ്യേണ്ടത്. വഇൻ കസുറ സഹ്വു, സഹ്വ് ഒരുപാടുണ്ട്. ഉദാഹരണം, അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന്, അതൊരു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത്, അത് വേറൊരു കാരണം. ഇരുത്തം, അതൊരു കാരണം. 3 എണ്ണം ഉണ്ടല്ലോ ഒന്നിൽ തന്നെ. ഇനി അതല്ലെങ്കിൽ മറന്ന് സംസാരിച്ചു, ഇടക്ക് സലാം വീട്ടി, സലാം വീട്ടിയതിന് ശേഷം നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ അല്പം സംസാരിച്ചു, എന്നിട്ട് നിസ്കരിച്ച് ഖിബ്ലയിൽ നിന്നിട്ട് അല്പം തെറ്റി, താമസിയാതെ ഓർമ്മ വന്നു. ഇപ്പൊ കുറെ കാര്യങ്ങളായി. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങളുണ്ടെങ്കിലും സുജൂദ് ചെയ്യേണ്ടത് 2 എണ്ണം തന്നെ. ഈ 2 സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ സഹ്വിന്റെ കാരണങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമായി. ഇനി കുറച്ചാണെങ്കിലും അങ്ങനെ തന്നെ സുജൂദ് എണ്ണം കുറയില്ല. ഉദാഹരണം, ഖുനൂത്ത് ഓതുന്ന സമയത്ത് ഫഇന്നക തഖ്ളീ വലാ യുഖ്ളാ അലൈക എന്ന് പറയേണ്ടോടത്ത് ഒരാള് ആ ഫാ ഒഴിവാക്കിയിട്ട് ഇന്നക തഖ്ളീ വലാ യുഖ്ളാ അലൈക എന്ന് ചൊല്ലി. അതല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയേണ്ടടുത്ത് ആ വാവ് ഒഴിവാക്കി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയും. എന്നാലും സുജൂദ് ചെയ്യണം. അവിടെ ഇപ്പൊ ഒരു വാവേ പോയിട്ടുള്ളൂ, വ അശ്ഹദു എന്നിടത്ത് ഒരു വാവേ പോയിട്ടുള്ളൂ, എന്നാലും സുജൂദ് ചെയ്യണം. അതുപോലെ തന്നെ ഫ ഇന്നക തഖ്ളീ എന്ന് പറഞ്ഞോടത്ത് ഫാ ഒഴിവാക്കി ഇന്നക തഖ്ളീ എന്ന് പറഞ്ഞാൽ ഒരു വാവേ പോയിട്ടുള്ളൂ, എന്നാലും ചെയ്യേണ്ടത് 2 സുജൂദ് തന്നെ. മനസ്സിലായില്ലേ? സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾ ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ആകെ 2 സുജൂദാണ് ചെയ്യേണ്ടത്. ബഹുമ എന്നാൽ ഈ സഹ്വിന്റെ 2 സുജൂദ് എന്നത് വൽ ജുലൂസു ബൈനഹുമ, 2 സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തവും, ഇപ്പൊ സഹ്വിന് വേണ്ടി ചെയ്യുന്ന സുജൂദുകളും ആ സുജൂദിന്റെ ഇടയിൽ വരുന്ന ഇരുത്തവും കസുജൂദി സ്വലാത്തി, നിസ്കാരത്തിലെ സാധാരണ സുജൂദ് പോലെ തന്നെയാണ്. വൽ ജുലൂസി ബൈന സജദത്തൈഹ, നിസ്കാരത്തിലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും എങ്ങനെയാണോ അതേ നിലക്ക് തന്നെയാണ് ഈ സഹ്വിന്റെ സുജൂദിന്റെ രൂപവും അതിന്റെ ഇടയിലെ ഇരുത്തത്തിന്റെ രൂപവും. ഫി വാജിബാത്തി ഹസ്സലാസത്തി, സുജൂദിന്റെയും ഇടയിലെ ഇരുത്തത്തിന്റെയും വാജിബുകള് എന്ന് പറഞ്ഞാൽ 7 അവയവം വെക്കുക, തുമനീനത്തുണ്ടാകുക, അതുപോലെ തന്നെ ഇടയിലിരുത്തം അനക്കമടങ്ങിയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സാധാരണ മറ്റ് സുജൂദുകളുടെ അതേ നില തന്നെയാണ്. വമന്ദൂബാത്തി ഹസ്സാബിഖത്തി, മുമ്പ് പറഞ്ഞ സുന്നത്തുകൾ എന്താ പറഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അളീം അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലുക, അതല്ലെങ്കിൽ മറ്റ് ദിക്റുകൾ ചൊല്ലുക തുടങ്ങി പറഞ്ഞ സുന്നത്തുകളും. അപ്പൊ സുന്നത്തുകളുടെ വിഷയത്തിലും വാജിബാത്തുകളുടെ വിഷയത്തിലുമൊക്കെ സാധാരണ നിസ്കാരത്തിൽ പറയുന്ന സുജൂദിൽ എന്താണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും മാറാനില്ല. കൽദിക്രി ഫിഹ, സുജൂദിലുള്ള ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക സജദ്തു ബിക ആമന്തു എന്നോ ഒക്കെ മുമ്പ് പറഞ്ഞ ദിക്റുകൾ ഉണ്ടല്ലോ, ആ പറഞ്ഞ ദിക്റുകൾ തന്നെയാണ് ഈ സഹ്വിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. അപ്പൊ സുജൂദിന്റെ രൂപത്തിലും സുജൂദിൽ ചൊല്ലേണ്ട ദിക്റുകളുടെ കാര്യത്തിലും ഒന്നും മാറ്റില്ല. സാധാരണ നമ്മളെ നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണല്ലോ ചൊല്ലുന്നത്, അതേ ദിക്ർ തന്നെയാണ് സഹ്വിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. എന്നാൽ വഖീല, ഒരു അഭിപ്രായമുണ്ട്, യഖൂലു ഫീഹിമ, ഈ സഹ്വിന്റെ 2 സുജൂദുകളിൽ അവൻ ചൊല്ലേണ്ടത് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്ന ദിക്റാണ് എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുഅ്തമദല്ല. സുബ്ഹാനമൻ, ഒരു തമ്പുരാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാത്ത എല്ലാം കഴിഞ്ഞ സമ്പൂർണ്ണൻ അള്ളാഹു മാത്രമാവുന്നു. എങ്ങനത്തെ അള്ളാഹു? ലാ യനാമു, അവൻ ഉറക്കം എന്ന് പറയുന്ന അവസ്ഥ ഇല്ല. വലാ യസ്ഹു, സഹ്വ് പറ്റുക, മറവി സംഭവിക്കുക എന്നതും ഇല്ല. ഉറക്കമോ മറവിയോ സംഭവിക്കാത്ത അള്ളാഹു തമ്പുരാൻ എല്ലാം കൊണ്ടും സമ്പൂർണനായ വിശുദ്ധനാകുന്നു
എന്ന് പറയൽ നന്ന് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വഹുവ ഈ പറയുന്ന ദിക്ർ ലായിഖും ബിൽ ഹാലി, സാന്ദർഭികമാണ്. അല്ലാതെ അങ്ങനെ മഹാന്മാരായ മുൻഗാമികളായ ഇമാമിങ്ങൾ പറയുകയോ അതല്ലെങ്കിൽ ഹദീസുകളിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സാന്ദർഭികമായ ഒരു ദിക്റാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ സാന്ദർഭികം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അല്ല. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 2 നിലക്ക് സഹ്വിന്റെ സുജൂദ് വരും. ഒന്ന് മറന്നിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട്, ഒന്ന് മനഃപൂർവ്വം ഒഴിച്ചിട്ടും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഒരാൾ ഇടയിൽ അത്തയ്യാത്ത് മനഃപൂർവ്വം ഇരിക്കാതെ അവിടെ പോയി, അതല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വം തന്നെ ഖുനൂത്ത് ഓതിയില്ല, എന്നാലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടല്ലോ. ഉണ്ട്. മറന്ന് ഖുനൂത്ത് ഒഴിവായിപ്പോയി, അല്ലെങ്കിൽ മറന്നുകൊണ്ട് അത്തഹിയാത്ത് ഇടയിൽ അത്തഹിയാത്ത് ഒഴിവായിപ്പോയി, എന്നാൽ സഹ്വിന്റെ സുജൂദ് ഉണ്ട്, അവിടെ മറവിയാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വം തയ്യാത്ത് ഒഴിവാക്കുകയോ ഖുനൂത്ത് ഒഴിവാക്കുകയോ ചെയ്താലോ എന്നാലും സുജൂദില്ലേ? അവിടെ പിന്നെ സുബ്ഹാനല്ലാഹി സുജൂദ് പറയാൻ പറ്റുമോ? അവിടെ എന്തായാലും പറ്റൂല. തന്നെയല്ല ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയണ അവിടെ ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടതെന്ന. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ചാൽ കൽപ്പിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സുന്നത്തിനെ ഉപേക്ഷിച്ചു, അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു വീഴ്ചയാണ്. അപ്പൊ അതിനെ തൊട്ട് ഇസ്തിഗ്ഫാറാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻസാല ഇന്താമത ഇസ്തിഗ്ഫാർ. മറന്ന് എഴുതാലാണ് സാന്ദർഭികമാണെന്ന് പറയുന്നത്. മറന്നല്ല മനഃപൂർവ്വമാണെങ്കിലോ അവിടെ പിന്നെ ഇസ്തിഗ്ഫാറല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. സാധാരണ നമ്മൾ സുജൂദിൽ ചെല്ലുന്ന ദിക്റുകൾ ഏതോ ആ ദിക്റുകൾ തന്നെയാണ് ചെല്ലേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. ഇനി ഒരാളത് ചെല്ലി നിൽക്കുക, സുബ്ഹാനല്ലാഹി തെറ്റൊന്നുമില്ല, ചെല്ലണതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പ്രത്യേക സുന്നത്തൊന്നുമില്ല. പ്രത്യേക സുന്നത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സുജൂദിൽ ചെല്ലുന്ന ദിക്റുകൾ ഏതോ ആ തസ്ബീഹും ദിക്റും തന്നെയാണ് ഈ സഹ്വിന്റെ സുജൂദിലും ചെല്ലേണ്ടത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ പറയാ. അത് ചില സന്ദർഭത്തിൽ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞ് തെറ്റാന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് ചെല്ലുകയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെല്ലിൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ ചെല്ലിക്കോട്ടെ. ഇനി മറ്റു സുജൂദുകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത സഹ്വിന്റെ സുജൂദിനുള്ള ഇതാ, വുജൂബാകും നിയ്യത്ത് സുജൂദ് സഹ്വി. അടോ സഹ്വിന്റെ സുജൂദ് നിയ്യത്ത് ചെയ്യണം. അതേ സമയത്ത് മറ്റു സുജൂദുകൾ, ഉദാഹരണം പറഞ്ഞാൽ സാധാരണ നിസ്കാരത്തിലെ സുജൂദില് പ്രത്യേക നിയ്യത്ത് വേണ്ട. നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് ഓതിയാൽ അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അപ്പോഴും പ്രത്യേകം വുജൂബില്ല. തിലാവത്തിന്റെ സുജൂദും എന്തില്ല, നിയ്യത്ത് ചെയ്യൽ വുജൂബില്ല. സാധാരണ നിസ്കാരത്തിലെ സുജൂദ് ഏതായാലും നിയ്യത്ത് ചെയ്യൽ വുജൂബില്ല. എന്താ കാരണം? ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുമ്പോൾ ഈ ളുഹർ എന്ന ഫർള് നിസ്കാരത്തിൽ വരുന്ന ഫർളും സുന്നത്തുമായ എല്ലാ കാര്യങ്ങളും ആ നിയ്യത്തിൽ പെട്ടു. അപ്പൊ സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത് അതിന്റെ ഫർളായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അതിൽ സുന്നത്തായ ഒരു കാര്യമാണ്. ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്തിന്റെ ആയത്ത് വന്നു, സുജൂദിന്റെ സജദാന്റെ ആയത്ത് വന്നു എന്ന് പറയുന്നത് ആ സുന്നത്തിനെ അനുബന്ധിച്ച് വരുന്ന കാര്യമാണ്. അപ്പോ ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുന്ന കൂട്ടത്തിൽ ഏത് പെട്ടു? ഈ ഇടലത്തയ്യാത്ത് പെട്ട്, കുനൂത്ത് പെട്ട്, അതുപോലെയുള്ള സുന്നത്തുകൾ പെട്ട്, സുജൂദ് റുക്കൂഅ് അത്തഹിയാത്ത് പോലെയുള്ള ഫർളുകൾ പെട്ട്. അതുപോലെ തന്നെ സൂറത്ത് സുന്നത്തുള്ളത് കൊണ്ട് സൂറത്തിനോടനുബന്ധിച്ച് വന്നേക്കാവുന്ന സജദന്റെ കാരണവും പെട്ട്. അപ്പൊ അതിന് പ്രത്യേകം വുജൂബില്ല. തല്ലേ തന്നെ സുന്നത്ത് തന്നെ, പക്ഷെ വുജൂബില്ല. എന്നാൽ സഹ്വിന്റെ കാരണം ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുന്ന നിയ്യത്തിൽ ഏത് പെടുന്നില്ല? സഹ്വിന്റെ കാരണങ്ങൾ പെടുന്നില്ല. സഹ്വിന്റെ കാരണങ്ങളൊക്കെ രണ്ടാലൊന്നെന്താണ്? ഒന്നിരിക്കൽ കൽപ്പിക്കപ്പെട്ട കാര്യം ഒഴിവാക്കലാണ്, അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ട കാര്യം ചെയ്യലാണ്. ഈ രണ്ടാലൊന്നാണല്ലോ സഹ്വിന്റെ കാരണങ്ങൾ ഉണ്ടാകുക. ബാക്കിയൊക്കെ അതിന്റെ വിശദീകരണങ്ങളാണ്. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യം ഒഴിവാവുകയോ വിരോധിക്കപ്പെട്ട കാര്യം ചെയ്യുകയോ ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുന്ന നിയ്യത്ത് പെടൂലല്ലോ. അപ്പൊ നേരത്തെ ചെയ്ത നിയ്യത്തിൽ പെടാത്ത ഒരു കാര്യമാണ് സഹ്വിന്റെ സുജൂദ്. അതുകൊണ്ട് സഹ്വിന്റെ സുജൂദ് നിയ്യത്ത് ചെയ്യണം. നാവുകൊണ്ട് പറയാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. നാവുകൊണ്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ മനസ്സിൽ കരുതുക, ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയാവുന്നു എന്ന് മനസ്സിൽ കരുതുക, അങ്ങനെ സുജൂദിലേക്ക് പോവുക. അല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. നിയ്യത്ത് ചെയ്യാതിരുന്നാലോ വുജൂബാണെന്ന് പറയുമ്പോൾ അപ്പോഴും നിസ്കാരം ബാത്തിലാവും. അപ്പൊ നിയ്യത്ത് ചെയ്യണം,
പക്ഷേ നാവ് കൊണ്ട് പറയാൻ പാടില്ല. എങ്ങനെ നിയ്യത്ത് ചെയ്യുക പറഞ്ഞ ഈ സുജൂദിനെ അവൻ കരുതുക അനി സെഹ്വി, തനിക്ക് സംഭവിച്ച സെഹുവിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതുക. സെഹുവിന് വേണ്ടി പറഞ്ഞാൽ സെഹുവിനാൽ വന്ന വീഴ്ച പരിഹരിക്കുക എന്നർത്ഥം. ആ സെഹുവിനാൽ വന്ന വീഴ്ച പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്ന് കരുതുക. എപ്പ കരുതുക? ഇന്ദ ശുറൂഇഹി ഫീഹി, സുജൂദിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് എന്ത് കരുതുക? നിയ്യത്ത് ചെയ്യാൻ. അപ്പൊ എന്ത് പറഞ്ഞു? സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പായി 2 സുജൂദും അതിന്റെ ഇടയിലെ ഇരുത്തവും സാധാരണ നിസ്കാരത്തിലെ സുജൂദും ഇടയിലെ ഇരുത്തവും പോലെ അതിലുള്ള ദിക്ർ തസ്ബീഹുകൾ പോലെ ചൊല്ലൽ സുന്നത്താക്കപ്പെടും. എന്തിനു വേണ്ടി? കാരണം വേണ്ടേ? കാരണം ലി തെർക്കി ബാളിൻ വാഹിദിൻ മിൻ അബ്ആലിൻ, അബ്ആദ് സുന്നത്തുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അബ്ആദ് സുന്നത്തിനെ ഉപേക്ഷിച്ചതിനു വേണ്ടി. എങ്ങനെ ഉപേക്ഷിക്കുക? മറന്നുപേക്ഷിക്കുക, അല്ലെങ്കിൽ വലോ അന്തണ്ടോ സെർവങ്കാന ഔ അന്തൻ എന്നുള്ള അർത്ഥത്തിന്. ഈ അബ്ആദ് സുന്നത്തിനെ ഉപേക്ഷിച്ചത് ഓർമ്മയില്ലാതെ സംഭവിച്ചതായാലും വേണ്ടിയില്ല, മനഃപൂർവ്വം ഉപേക്ഷിച്ചതായാലും വേണ്ടിയില്ല, രണ്ടായാലും സെഹ്വിന്റെ സുജൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുജൂദ് ചെയ്യണം. അപ്പൊ സെഹ്വിന്റെ സുജൂദ് ഉപേക്ഷിക്കും അല്ല, അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുമ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ ഫൈൻ സജദ, ഒരു നിസ്കാരക്കാരൻ സുജൂദ് ചെയ്തു. എന്തിനു വേണ്ടി? ലി തെർക്കി ഗൈരി ബാദിൻ, അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്തല്ലാത്ത പിന്നത്തുള്ള സുന്നത്ത് ഏതാണ്? ഹൈആത്ത് സുന്നത്തല്ലേ. ഈ ഹൈആത്ത് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഉപേക്ഷിച്ചതിന് വേണ്ടി സെഹ്വിന്റെ സുജൂദ് ചെയ്താലോ? ആരിമൻ, സെഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. അബ്ആദ് സുന്നത്തുകൾ അല്ലാതെ ഹൈആത്ത് സുന്നത്തുകൾ ഉപേക്ഷിച്ചതിന്റെ പേരിൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അവനെ അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആമിദൻ, കരുതിക്കൂട്ടി. അപ്പോ ഞാൻ സെഹ്വിന് വേണ്ടിയിട്ട് ഇപ്പൊ ഉദാഹരണം വജ്ജത്ത് ഓതിയിട്ടില്ല, അല്ലെങ്കിൽ സൂറത്ത് ഓതിയിട്ടില്ല, അല്ലെങ്കിൽ ഇടയിലെ ഇരുത്തത്തിന് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലിയില്ല. അതിനു വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അവനെ അറിയാം. എന്നിട്ട് കൽപ്പിച്ചു കൂട്ടി ഞാൻ അതിന് ചെയ്യാണെന്നുള്ള കരുത്തോടു കൂടി ഒരാളാണ് സുജൂദ് ചെയ്താലോ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ്. അഥവാ അങ്ങനെ സംഭവിച്ചു എന്ന് വെക്ക, എന്നാൽ ബത്തുലത്തു സ്വലാത്തു നിസ്കാരം തന്നെ ബാത്തിലാവും. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും ഒരു സാധ്യത പറയാ. എങ്ങനെ? വജ്ജത്ത് ഓതുന്നത് അബ്ആദ് സുന്നത്തല്ല, ഹൈആത്ത് സുന്നത്താണ്. ഹൈആത്ത് സുന്നത്ത് ഒഴിവാക്കിയാൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കരുതിക്കൂട്ടി സുജൂദ് ചെയ്തു എന്ന് വെച്ചാൽ ബാത്തിലാവും. ഞാൻ അല്ലാതെ ചെയ്യാതെ ബാത്തിലൊന്നും ആവില്ല. ഇപ്പൊ ഉദാഹരണം, ഇയാളൊരു സാധാരണക്കാരനായ ആള് എല്ലാ സുന്നത്തും പ്രധാനപ്പെട്ടത് തന്നെ അത് ഒഴിവാക്കിയാലൊക്കെ സെഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് കരുതി അയാളാണ് സുജൂദ് ചെയ്ത് അന്നാവും നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. സുന്നത്തല്ല എന്നല്ലാതെ നിസ്കാരം ബാത്തിലാവില്ല. ഇത് പാടില്ല എന്ന് അറിയുകയും എന്നിട്ട് ഞാൻ ഈ കൽപ്പിച്ചു കൂട്ടി ഈ ചെയ്യുന്ന സുജൂദ് വജ്ജത്ത് ഒഴിവാക്കിയതിനാണെന്ന് കരുതിക്കൊണ്ടാണ് ചെയ്താൽ ബാത്തിലാവുന്നു. അങ്ങനെ ഉണ്ടാവില്ല. ഏതായാലും ആയിട്ട് അങ്ങനെ സംഭവം പറയാം. എന്നാൽ അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഒന്ന് ഒഴിവാക്കുകയോ ഒഴിവാവുകയോ ചെയ്താൽ, എന്നാൽ മറന്നുകൊണ്ട് ഒഴിവായിപ്പോയി, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി, എന്നാൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്നാ ഏതായി അബ്ആദ് സുന്നത്ത്? കിതാബ് കുറെ പറയുന്നുണ്ടെങ്കിലും സംഗതി 2 ഉള്ളൂ. 20 വരെ എണ്ണിയോലുണ്ട്. സംഗതി ഒക്കെ ഒന്ന് തന്നെ. സാധാരണ 8 എണ്ണല്. അതായത് ആദ്യത്തെ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, അതിനു വേണ്ടിയിട്ടുള്ള ഇരുത്തം, കുനൂത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത്, അവിടത്തെ ആലിന്റെ മേലിലുള്ള സലാത്തും സലാമും, അതിനു വേണ്ടിയിട്ടുള്ള നൃത്തം. പിന്നെ ഒടുവിൽ അത്തഹിയ്യാത്തിന്റെ ശേഷം മഹാനായ നൃത്തങ്ങളുടെ കുടുംബക്കാരുടെ മേൽ സ്വലാത്ത് ചെല്ലൽ, അതിനു വേണ്ടിയിട്ടുള്ള ഇരുത്തം. ഇങ്ങനെയാണ്. ഇതാണിപ്പം. അപ്പൊ കുനൂത്തും ഇടയിലത്തയ്യാത്തും അവസാനത്തെ അത്തഹ്യാത്തിന്റെ നബിതങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്തും, അവക്ക് വേണ്ടി ഇരിക്കലും നിൽക്കലും, ഇതാണ് ഇപ്പൊ അബ്ആദ് സുന്നത്ത് എന്ന് പറയുന്നത്. അത് എണ്ണി ഇങ്ങനെ കൂട്ടിയ 20 വരെ എണ്ണിയോലുണ്ട്. സംഗതി ഇത് തന്നെ ഉള്ളുവാണ്. അപ്പൊ എന്ന് പറയാ ഏതാണ്?
തശഹുദുൻ അവ്വലി പറഞ്ഞാൽ അൽ വാജിബു മിൻഹു ബിത്തശഹുദിൽ അഖീരി. ഉടൂൽ അത്തഹിയാത്തിൽ വുജൂബായ അഖല്ലു തശഹുദ് പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ആദ്യത്തെ തഹിയാത്തായി ഓതൽ അബ്വാബു സുന്നത്തായി വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇതാണ് ഇപ്പം ഉടൂൽ അത്തഹിയാത്തിൽ ഫർളായത്. ആ ഫർളായ അത്തഹിയാത്തിൽ ആദ്യത്തിൽ മറന്നു. അതേസമയത്ത് അത്തഹിയാത്തുൽ മുബാറകാത്തു ലില്ലാഹേ പറഞ്ഞുള്ളൂ, അസ്സലവാത്തു ത്വയ്യിബാത്തു എന്ന് പറഞ്ഞില്ല. എന്നാ അതിനു വേണ്ടി സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം എന്താ, ഫർളായത് അത്തഹിയാത്തു ലില്ലാഹ് എന്നുള്ളതാ. അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു എന്ന് പറയുന്നത് സുന്നത്താ, വുജൂബായതിൽപ്പെട്ടതല്ല. അപ്പൊ അത് അബ്വാബു സുന്നത്തിൽ വരൂല. ഉടൂൽ അത്തഹിയാത്തിൽ വുജൂബായതാണ് ആദ്യത്തെ അത്തഹിയാത്തിൽ അബ്വാബു സുന്നത്തായി വരിക. അതിലേറെ ഉള്ളത് സുന്നത്ത് ഹൈആത്ത് സുന്നത്താ. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ അശ്ഹദു, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന രണ്ടാമത്തെ അശ്ഹദു യഥാർത്ഥത്തിൽ അബ്വാബു സുന്നത്തിൽ പെട്ടതാണ് അല്ല. കാരണം എന്താ, രണ്ടാമത്തെ ഈ ഫർളായ അത്തഹിയാത്തിൽ രണ്ടാമത് അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളൂ, വാവുണ്ട് പക്ഷേ അശ്ഹദു ഇല്ല. രണ്ടാമത്തെ ഷഹാദത്ത് അബ്വാബു സുന്നത്തിൽ വരൂല. കാരണം ഉടൂൽ അത്തഹിയാത്തിൽ അത് ഫർളല്ല. ഈ അത്തയ്യാത്ത് ഒന്നിച്ച് മറന്നോളന്നില്ല. ഔ ബാദുഹു, അത്തയ്യാത്തിന്റെ ബാദ് ഈ പറഞ്ഞ ഫർളായ അത്തയ്യാത്തിൽ നിന്നിട്ട് അല്പം, അതായത് പറഞ്ഞു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിലൊരു വാവെങ്കിലും കളഞ്ഞുപോയി, എന്നാലും സഹ്വിന്റെ സുജൂദ് വേണ്ടി വരും എന്നർത്ഥം. അവലോ കലിമത്തൻ എന്നാൽ ഈ കെലിമത്ത് വേണ്ട ഒരു ഹറഫെന്ന, ഒരു കെലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹറഫായാലും വേണ്ടിയില്ല, അത് ഈ ഫർളായ ഖദറിൽ നിന്നിട്ട് കളഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് വേണം. പിന്നെ ആദ്യത്തെ തയ്യാത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം, അതാണ് മറ്റൊരു സുന്നത്ത്. അങ്ങനെ അത്തയ്യാത്ത് ഒഴിവാക്കാതെ പിന്നെ ഇരുത്തം മാത്രം ഒഴിവാക്കരുത് വരുന്ന രൂപം എങ്ങനെ, അതിന്റെ സൂറത്തു തർക്കിഹി, ഈ ഇരുത്തത്തെ ഒഴിവാക്കുന്നതിന്റെ രൂപമായതഹു, അത്തയ്യാത്തില്ലാതെ ഇരുത്തം മാത്രം ഒഴിവാക്കുന്ന രൂപം എങ്ങനെ, ഏതുപോലൊക്കെ ഖിയാമിൽ കുനൂത്തി, കുനൂത്തില്ലാതെ കുനൂത്തിന്റെ നൃത്തം ഒഴിവാക്കുക, അത്തയ്യാത്തില്ലാതെ അത്തയ്യാത്തിന്റെ ഇരുത്തം ഒഴിവാക്കുക. അതിന്റെ രീതി എങ്ങനെ, അല്ലാഹുസിനഹുമ, ഒരാളിപ്പോ ഒരു പുതു മുസ്ലിമാണ്, അയാളിപ്പോ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള ഫാത്തിഹ അയാൾ അത്യാവശ്യം പഠിച്ചു, അതുപോലെ തന്നെ ഉടൂൽ അത്തയ്യാത്തിന്റെ ആ ഫർളായ ഖദറും പഠിച്ചു, അതിന്റെ അപ്പുറമൊന്നും അയാൾ ഓതിയിട്ടില്ല, അല്ലെങ്കിൽ ഫാത്തിഹ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ അയാള് എന്ത് ചെയ്യേണ്ടി വരും? ഇത് കാരണം യുസന്നോ യജ്ലിസ, ഈ അത്തയ്യാത്തിന് വേണ്ടി ഇരിക്കൽ സുന്നത്ത് വരും. വയഖിഫ, കുനൂത്തിന് വേണ്ടി നിൽക്കലും സുന്നത്താവും. ബിഖദ്രിഹിമ, അത്തയ്യാത്ത് ഓതാൻ ആവശ്യമായ അത്ര സമയം ഇരിക്കുക, കുനൂത്ത് ഓതാൻ ആവശ്യമായ അത്ര സമയം നിൽക്കുക. അറിയാത്തോലി. അപ്പോ കുനൂത്ത് ഒഴിവാക്കി, കുനൂത്തിന്റെ നൃത്തം ഒഴിവാക്കി, അത്തയ്യാത്ത് ഒഴിവാക്കി, അത്തയ്യാത്തിന്റെ ഇരുത്തം ഒഴിവാക്കി, അതൊരു രൂപം. ഇനി അത്തയ്യാത്തിന്റെ ഇരുത്തം മാത്രം ഒഴിവാക്കി, കുനൂത്തിന്റെ നൃത്തം മാത്രം ഒഴിവാക്കി എന്ന് പറയുന്ന ആരാ? ഒരാളൊരു പുതു മുസ്ലിമാണ്, അയാൾ അത്തയ്യാത്തും കുനൂത്തും ഒന്നും പഠിച്ചിട്ടില്ല. ഈ പഠിക്കാത്ത ആള് എന്ത് വേണം? കുനൂത്തിന്റെ സമയം അത്ര നിൽക്കണം, സുജൂദ് അത്തയ്യാത്തിന്റെ സമയം അത്ര ഇരിക്കണം, അത് ചെയ്തില്ല. എന്നാൽ പിന്നെ അയാൾക്ക് ഫർദില്ലല്ലോ, അല്ല സുന്നത്തില്ലല്ലോ കുനൂത്ത്, കാരണം അയാൾക്ക് അറിയില്ലല്ലോ. അത്തയ്യാത്ത് സുന്നത്തില്ലല്ലോ, കാരണം അറിയില്ലല്ലോ. പക്ഷെ ഇരുത്തം സുന്നത്തുണ്ട്, നൃത്തം സുന്നത്തുണ്ട്, അത് ഒഴിവാക്കിയതിന് സുജൂദ് വേണമെന്ന്. അങ്ങനെ അതൊക്കെ അപൂർവ സാധ്യതകളാണ്. ഇനി അപ്പൊ ഒന്ന് അത്തയ്യാത്തില് എന്റെ ബാല് എന്ന് പറയുമ്പോ അതിൽപ്പെട്ട സലാത്ത് അവിടെ പറഞ്ഞുതരാം, പറഞ്ഞു രണ്ടും പറയുന്നുണ്ട്. റാത്തിബായ കുനൂത്ത്, റാത്തിബായ കുനൂത്ത് എന്ന് പറഞ്ഞാല് വഹുവ, കുനൂത്ത് രണ്ടേ അതിണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞല്ലോ, നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് വലിയ വിപത്തുകൾ വരുമ്പോ, ഉദാഹരണത്തിൽ സൗദി അറേബ്യയിലൊക്കെ ശരിക്ക് കുനൂത്ത് ഓതേണ്ട സമയമാണ്. കാരണം ഈ കൊറോണ വൈറസ് അത്രമാത്രം ഭീകരമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല സലാമത്താക്കട്ടെ.
ഇങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ ബാധിക്കുന്ന പൊതുവായ വല്ല ആഫത്ത് മുസീബത്തുകളും വരുമ്പോൾ 5 വക്തിലും ഓതുന്ന ഒരു കുനൂത്തുണ്ട്. അതിന് നാസിലത്തിന്റെ കുനൂത്ത് എന്നാ പറയാ. അത് ഒഴിവാക്കിയാൽ എന്ത് വേണ്ട? സഹ്വിന്റെ സുജൂദ് വേണ്ട. എന്നാൽ പതിവായ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? കുനൂത്ത് സുബഹി, സുബിയുള്ള കുനൂത്ത്, അത് എന്നുള്ളതാണല്ലോ. അതുപോലെ തന്നെ വിത്തിരി നിസ്ഫി റമദാന, റമദാനിലെ അവസാന പൗതിയിലെ വിത്തിർ, അത് സ്ഥിരമുള്ളതാണ്. അത് രണ്ടുമാണ് റാത്തിബത്തായ കുനൂത്ത്, കാരണം പതിവായി ചെയ്യുന്ന കുനൂത്ത്. ആ കുനൂത്ത് അത് അബ്വാബു സുന്നത്തിൽപ്പെട്ടതാണ്. അതിനെ മറന്നുകൊണ്ട് ഒഴിവാക്കിയാലും മനഃപൂർവ്വം ഒഴിവാക്കിയാലും സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. ദൂന കുനൂത്ത് നാസിലത്തി, റാത്തിബായ കുനൂത്തിന്റെ നേരെ വിപരീതം പറയുന്ന നാസിലത്തിന്റെ കുനൂത്ത്. ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ 5 വക്തിലും ഓതുന്ന കുനൂത്ത് അത് അബ്വാബു സുന്നത്തിന്റെ വകുപ്പിലല്ല വരുന്നത്, അത് ഹൈആത്ത് സുന്നത്തിന്റെ. കാരണം എന്താ? പ്രത്യേക കാരണം ഉണ്ടായത് കൊണ്ട് സുന്നത്തായതാണ്. ആ കാരണം നീങ്ങി ആ സുന്നത്ത് നീങ്ങുകയും ചെയ്തു. അപ്പൊ അത് നിസ്കാരത്തിന്റെ ഭാഗമായി വരുന്നില്ല, പ്രത്യേക സമയത്ത് വരുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതേ സമയത്ത് നിസ്കാരത്തിന്റെ ഒരു ജുസ്, ഒരു ഭാഗമായിട്ടാണ് ഏതിനെ പരിഗണിക്കപ്പെടുന്നത്? ഈ റാത്തിബത്തായ കുനൂത്തിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട പരിഗണനീയമായ ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അതിനെ സുജൂദ് ചെയ്യണം. ആദ്യത്തെ തഹിയ്യാത്തിനും സുജൂദ് ചെയ്യണം. കാരണം നിസ്കാരത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാന ഭാഗമായി, ഒരു ഭാഗമായി പോയി. മറ്റേത് അങ്ങനെയില്ല, പ്രത്യേക സബബ് കൊണ്ടുവന്നു, ആര്യമായ സബബ് കൊണ്ടുവന്നു. ആ സബബ് ഇല്ലാതായാൽ ഈ സുജൂദും ഈ കുനൂത്തും ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് നാസിലത്തിന്റെ കുനൂത്തിനെ ഒഴിവാകുകയോ ചെയ്താൽ അതിന് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട. സാധാരണ പതിവായി സുബഹിയിലും അതുപോലെ തന്നെ റമദാനിലെ അവസാന പൗതിയിലെ വിത്തിലുള്ള റാത്തിബത്തായ കുനൂത്ത്, ആ കുനൂത്താണ് അബ്വാബു സുന്നത്തായി വരുന്നത്. അത് ഒഴിവാക്കിയാൽ എന്തു വേണം? സുജൂദ് ചെയ്യാം, സഹ്വിന്റെ സുജൂദ്. ഇനി നേരത്തെ പറഞ്ഞ കുഴുത് പോലെ തന്നെ ഇവിടെ ഖിയാമും, കുനൂത്തിന്റെ ഖിയാമ് അതിന്റെ എങ്ങനെ വരുന്നത്? കുനൂത്തില്ലാതെ ഖിയാമ് വരുന്ന രൂപം പറഞ്ഞല്ലോ. ഒരാൾ പഠിച്ചിട്ടില്ല, എന്നാൽ അയാൾ അത്ര സമയം നിൽക്കണം. അപ്പൊ കുനൂത്ത് ഒഴിവാക്കി അറിയില്ലെങ്കിൽ പോലും നിൽക്കണം. ആ നിൽക്കൽ ഒഴിവാക്കിയാലും സഹ്വിന്റെ സുജൂദ് വേണം. കാരണം ആ നൃത്തവും അബ്വാബു സുന്നത്ത് തന്നെയാണ് എന്നർത്ഥം. ഇനി വേറൊരു മസ്അല പറയാട്ടോ, അത് നല്ലോണം പഠിച്ചു വെക്കും. വേസ്ജുദു, സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. താരിഖുൽ ഖുനൂത്തി, ഖുനൂത്ത് ഉപേക്ഷിച്ചതായിരിക്കുന്ന മൗമൂമ് എങ്ങനെ ഉപേക്ഷിച്ചു? തബഅൻ ലി ഇമാമിഹിൽ ഹനഫി, ഹനഫിയായ അല്ലെങ്കിൽ അംബരിയായ ഇമാമിനോട് തുടർന്നുകൊണ്ട്. ഇമാം ഏതായാലും സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നില്ല. അപ്പം മൗമൂമ് ഷാഫിക്കാരനോ അല്ലെങ്കിൽ മാലിക്കിക്കാരനോ ആയ മൗമൂമും ഖുനൂത്ത് ഓതിയില്ല. എന്നാൽ അവൻ എന്തു വേണം? സുജൂദ് ചെയ്യണം. ഇമാമ് സലാം വീട്ടിയിട്ടാ ചെയ്യേണ്ടത്. അവിടെ അങ്ങനെ പ്രത്യേകത ഉണ്ട്. കാരണം ഇമാമ് സുജൂദ് ചെയ്യൂല. കാരണം ഇമാമ് അയാളുടെ എത്തിക്കാത് അനുസരിച്ച് വിത്റിലാണ് കുനൂത്ത് ഓതേണ്ടത്. കുനൂത്ത് ഓതാത്ത വഹാബികളെ പോലെ അല്ലട്ടാ. സുന്നികൾ ആരും വഹാബികളെ കൂട്ടത്ത് കൂട്ടണ്ട. അവരൊക്കെ കുനൂത്ത് ഓതുന്നവരാ. പക്ഷേ അവരെന്താക്കുകയാണ് ചെയ്യുന്നത് മാത്രം? കുനൂത്ത് വിത്ർ എന്ന് ഓതുകയാണ്, സുബഹിയിലല്ല എന്നർത്ഥം. ചില ഹദീസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു, നമ്മളതിനെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ടും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് കൊണ്ടും സുബഹിയിൽ പതിവായ കുനൂത്ത് സ്ഥിരപ്പെട്ടത് കൊണ്ടും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തറാവീഹിന് ഇമാമെന്ന സമയത്ത് റമദാൻ അവസാന പകുതിയിൽ പതിവായി വിത്റിന്റെ അവസാനത്തിൽ കുനൂത്ത് ഓതിയിരുന്നു എന്നതും സ്ഥിരപ്പെട്ടത് കൊണ്ട് അത് രണ്ടുമാണ് റാത്തിബായ കുനൂത്തായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഷാഫിക്കാരനോ മാലിക്കിക്കാരനോ ആയ ഒരു മൗമൂമ് ഹനഫിക്കാരനോ ഹംബലിക്കാരനോ ആയ ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചു. അയാൾ കുനൂത്ത് ഓതിയില്ല, മൗമൂമും കുനൂത്ത് ഓതിയില്ല. എന്നാൽ ഇനി മൗമൂമും കുനൂത്ത് ഓതിയാലും അത് ഓണത്തോ അതിന് വേറെ പറയും. ഇവിടെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. എങ്ങനെ? അതായത് ഇമാം ഹംബലിയാണ്, ഹംബലി അല്ലെങ്കിൽ ഹനഫിയാണ് കൂട്ടിക്കോളി, മൗമൂമ് ഷാഫിയ. ഇമാമിന്റെ കൂടെ തുടർന്നു. ഹംബലികളാണെങ്കിൽ ഒരു സുഖമുണ്ട്, എത്തിത്താൽ കുറച്ച് നീട്ടും. അപ്പൊ ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു? കുനൂത്ത് ഓതി. മുഴുവനായിട്ട് അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത എന്ന കുനൂത്ത് ഓതാൻ സമയം കിട്ടൂലെങ്കിൽ വേണ്ട, റബ്ബി ഗഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് ചൊല്ലിയാലും മതി, കുനൂത്തായി. അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് ചൊല്ലിയാൽ സ്വലാത്തും സലാമും അതുമായി കുനൂത്തുമായി. ഇങ്ങനെ കുനൂത്ത് ഓതി ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പ് ഈ മൗമൂമിന്
ഇങ്ങനൊരു കുനൂത്തും സലാത്തും ഓതി ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ സുജൂദ് കിട്ടുമെങ്കിൽ മൗമൂമിന് കുനൂത്ത് ഓതൽ സുന്നത്താണ്. അതേ സമയത്ത് ഹനഫികളാവുമ്പോൾ ഈത്തിദാല് തീരെ നീട്ടൂല. അവര് വളരെ പെട്ടെന്ന് ഈത്തിദാല് നിർവഹിച്ച് സുജൂദിലേക്ക് പോകും. അങ്ങനെ വരുമ്പം അവിടെ കുനൂത്ത് ഓതാൻ, ചെറിയ കുനൂത്താണെങ്കിൽ പോലും കുനൂത്ത് ഓതാൻ നിന്നാൽ കുറച്ച് സ്പീഡുള്ള ഇമാമാണെങ്കിൽ ഇയാള് ഈ കുനൂത്ത് കഴിയുമ്പോക്ക് മറ്റേ ആള് ഇടയിൽ ഇരുത്തത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒന്നാം സുജൂദ് ഇമാമിന്റെ കൂടെ കിട്ടുകയില്ലെന്ന് കണ്ടാൽ മൗമൂമിന് ഇവിടെ നിന്നുകൊണ്ട് കുനൂത്ത് ഓതൽ സുന്നത്തില്ല. മാത്രമല്ല അത് കറാഹത്തുമാണ്. കാരണം എന്താ, ഇമാമിനോടുകൂടെ പൂർണ്ണമായ ഒരു ഫർള് കൊണ്ട് എതിറില്ലാതെ പിന്തൽ കറാഹത്തായിട്ട് വരും. അപ്പൊ ആ സുജൂദിൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടാൻ ഇടവരും. എന്നാലും ഓതിയ തെറ്റില്ലാണ്. പക്ഷേ ഈ സുജൂദിൽ ഇമാമിനോട് ഒരുമിച്ച് കൂടാൻ കഴിയാത്തതിന്റെ പേരിൽ, ഒന്നാമത്തെ സുജൂദിൽ ഇമാമിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയാത്തതിന്റെ പേരിൽ അവന് ആ കറാഹത്ത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവനെ സംബന്ധിച്ച് കുനൂത്ത് സുന്നത്തില്ല. അതല്ല, ഒരു ഇമാം ഹനഫി ആണെങ്കിലും അയാൾ നീട്ടി സുജൂദ് ചെയ്യുന്ന ആളാണ്. എന്നാൽ പെട്ടെന്ന് വേഗം ചെറിയ കുനൂത്തും സലാത്തും ചൊല്ലി സുജൂദിൽ ചെന്ന് ഇമാമ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തുന്നതിന്റെ മുമ്പ് നമുക്ക് അവിടെ എത്താൻ കഴിയും. അല്ലെങ്കിൽ ഹംബലികൾ കാട്ടും പോലെ ഈത്തിദാല് കുറച്ച് നീട്ടി ചെയ്യും. അങ്ങനെ ആ ഈത്തിദാല് ഇമാമ് നീട്ടി ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കുനൂത്ത് ഓതി സലാത്തും ചൊല്ലി അങ്ങനെ ചെയ്താൽ പറ്റുമെങ്കിൽ അത് സുന്നത്ത് തന്നെയാണ്. അങ്ങനെ ഓതിയാലും ഓതിയിട്ടില്ലെങ്കിലും മൗമൂം എന്തായാലും സുജൂദ് ചെയ്യണം. മനസ്സിലായില്ലേ? മൗമൂമിന് എന്തായാലും സുജൂദ് സുന്നത്താ. ഇവൻ കുനൂത്ത് ഓതിയാലും സുജൂദ് സുന്നത്താണ്, ഇവൻ കുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും കുനൂത്ത് സുജൂദ് സുന്നത്താ. എന്താ? ഇവന്റെ വിശ്വാസപ്രകാരം, ഈ ഷാഫി മദ്ഹബുകാരനായ മൗമൂമിന്റെ വിശ്വാസപ്രകാരം ഈ ഇമാമ്, അദ്ദേഹം ഹനഫി ആവട്ടെ ഹംബലി ആവട്ടെ, സുബഹിയിൽ കുനൂത്ത് ഓതൂല്ലല്ലോ. അപ്പൊ ഇമാമ് കുനൂത്ത് ഓതാത്തതിന്റെ പേരിൽ ഇമാമിന്റെ നിസ്കാരത്തിന് ഒരു വീഴ്ച വന്നുപോയി, ഒരു നഖ്സ്. ആ വീഴ്ച തന്റെ നിസ്കാരത്തിലേക്ക് ബാധിക്കും. ആ വീഴ്ച പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്, അല്ലാതെ ഇമാമിന്റെ വീഴ്ച പരിഹരിക്കാനല്ല. ഇമാമിന് പറ്റുന്ന വീഴ്ചകൾ, അതിന് വരുന്ന പോരായ്മ തന്റെ നിസ്കാരത്തെയും ബാധിക്കും. ആ ബാധിക്കുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മൗമൂമ് സുജൂദ് ചെയ്യണം. പക്ഷെ ഇവിടെ ഷർത്തുണ്ട്, ഇമാമ് സലാം വീട്ടിയതിന്റെ ശേഷമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. കാരണം മുത്താബാത്ത് പിരിയണം. ഇമാമിനോട് തുടർന്നുകൊണ്ട് ഇമാമ് ചെയ്യാത്ത സുജൂദ് മൗമൂന് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇമാമ് സലാം, ഒരു സലാം വീട്ടിയാൽ മതി, രണ്ടായി കത്തുന്നൊന്നുമില്ല. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം മൗമൂമ് സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ മൗമൂമ് കുനൂത്ത് ഓതിയാലും സുജൂദ് ചെയ്യണം, ഓതിയിട്ടില്ലെങ്കിലും സുജൂദ് ചെയ്യണം. എന്നാൽ ഒന്നാമത്തെ സുജൂദിൽ ഇമാമിനോട് കൂടെ എത്താൻ കഴിയുമെങ്കിൽ മൗമൂമിന് കുനൂത്ത് ഓതൽ സുന്നത്ത് തന്നെയാണ്. കുനൂത്ത് ഓതിയാലും ഇമാമിന്റെ സഹവ് തന്നെ ബാധിക്കുന്നു എന്നതുകൊണ്ട് സുജൂദ് ചെയ്യണം. അപ്പോൾ നിഷ്കാലി ഇമാമിന്റെ സഹവ് എന്ന് പറയാൻ ഇമാമിന്റെ വിശ്വാസപ്രകാരം അയാൾക്ക് അവിടെ കുനൂത്ത് ഇല്ലല്ലോ, ഇത്രയല്ല കുനൂത്ത്. അത് പറയുന്നത് അയാൾ വിശ്വാസമല്ല കൂട്ടുന്നത്, എന്റെ വിശ്വാസമാണ്, മൗമൂമിന്റെ വിശ്വാസമാണ് കൂട്ടുന്നത്. മൗമൂമിന്റെ വിശ്വാസപ്രകാരം ഇമാമ കുനൂത്ത് ഓതിയില്ലല്ലോ, അതൊരു സഹവല്ലേ. ആ സഹവിനാൽ വരുന്ന പോരായ്മ തന്റെ നിസ്കാരത്തിനെ ബാധിക്കുമല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മൗമൂമ് സുജൂദ് ചെയ്യണം. മനസ്സിലായില്ലേ? അവിടെ മനസ്സിലാക്കണ്ട. എന്ന് മാത്രല്ല, ഇമാമിങ്ങൾ പറയുന്നത് എപ്പം ഹനഫിക്കാരനായ ഇമാമിനെ തുടർന്ന് ഒരു ഷാഫിക്കാരൻ നിസ്കരിച്ചാലും സഹവിന്റെ സുജൂദ് സുന്നത്ത് ഉണ്ടാവുന്ന 5 വക്തിലും, സുബൈക്ക് മാത്രമല്ല. കാരണം എന്താന്ന് വെച്ചാല് ഒരു ആദ്യത്തെ തഹിയ്യാത്തിൽ സ്വലാത്ത് ചൊല്ലൂല, ഒരിക്കൽ ഖറാത്താണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഉടനെ എഴുന്നേൽക്കും. സ്വലാത്ത് ചൊല്ലൂല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. നമ്മളെ മതമനുസരിച്ചാണെങ്കിലോ ആദ്യത്തെ തഹിയ്യാത്ത് സുന്നത്തുള്ളത് പോലെ തന്നെ ആദ്യത്തെ തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ അബ്വാബു സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ കണ്ടോ, ഒരു അബ്വാബു സുന്നത്ത് എപ്പോഴും ഏത് നിസ്കാരത്തിലാണെങ്കിലും, അല്ല 2 റക്അത്തുള്ളതല്ലാത്ത ഏത് നിസ്കാരത്തിലാണെങ്കിലും, അപ്പം ദുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ തുടങ്ങിയ നിസ്കാരങ്ങളിലൊക്കെ ആദ്യത്തെ തഹിയ്യാത്ത് വരും. ആദ്യത്തെ തഹിയ്യാത്തിൽ അവർ നബിയുടെ സ്വലാത്ത് ചൊല്ലുള്ളൂ. അങ്ങനെ അല്ല, നബിയുടെ പേര് സ്വലാത്ത് ചൊല്ലൂലാന്ന്. അത്തഹിയ്യാത്ത് മാത്രമേ ഓതുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചൊല്ലുള്ളൂ, സ്വലാത്ത് ചൊല്ലൂല. സ്വലാത്തിലെ അബ്വാബു സുന്നത്തല്ലേ? അതെ. അപ്പൊ അബ്വാബു സുന്നത്ത് എപ്പോഴും ആരുണ്ട്? 2 തഹിയ്യാത്തുള്ള എല്ലാ നിസ്കാരത്തിലും അബ്വാബു സുന്നത്ത് ആര് ഒഴിവാക്കുന്നുണ്ട്? ഇമാം ഒഴിവാക്കുന്നുണ്ട്. ഇനി പിന്നെ സുബൈക്കാണെങ്കിലോ, സുബൈക്കാണെങ്കിൽ കുനൂത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ 5 വക്തിലും സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും ഇമാമിനോ ഹനഫിക്കാരനോട് തുടർന്ന.
പക്ഷെ ഹംബലിക്കാരനോട് ആ പ്രശ്നം വരൂല. മനസ്സിലായില്ലേ? അവരുടെ സലാത്തിന്റെ കേസൊന്നും ഒലയിലില്ല. ഒലയിലുള്ള കാര്യമായിട്ട് കുനൂത്തിന്റെ കേസാണല്ലോ. ഒരു വിത്തിലുള്ള കുനൂത്ത് ഓതുക, സുബൈൽ ഓതൂല എന്ന് മാത്രം. അത്തയ്യാത്തിന് സ്വലാത്തില്ലാത്ത കേസില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ശരിക്കും ഇങ്ങനെ ഫിഖ്ഹിന്റെ തലനാരിഴ കീറി നോക്കിയാല് ഒരു മദ്ഹബുകാരൻ വേറൊരു മദ്ഹബുകാരനോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സഹിയാവൂല എന്ന് ഫത്വ കൊടുക്കേണ്ടി വരും. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം പരിഗണിച്ചുകൊണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ 4 മദ്ഹബും സഹീഹാണ് എന്ന കൗലെടുത്തുകൊണ്ടുമാണ് പരസ്പരം തുടരാം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിസ്കാരം സഹിയാവൂലാന്ന്. എങ്ങനെ? ഉദാഹരണം പറഞ്ഞ ഹനഫി മദ്ഹബുകാരന് ബിസ്മി, ഞാൻ ഇപ്പൊ വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോകല്ല, ഹനഫി മദ്ഹബുകാരന് ബിസ്മി ഓതല് വുജൂബില്ലാന്നാ. ഫാത്തിഹയില് ബിസ്മി ഓതൽ വുജൂബില്ല. എന്നാ പിന്നെ മഅ്മൂമിങ്ങളായ ഷാഫികളെ ഹംബലികളെയും പരിഗണിച്ചുകൊണ്ട് ബിസ്മി ഓതി എന്ന് വന്നാൽ പോലും അവൻ സുന്നത്തായിട്ടാണ് ഓതുന്നത്. അപ്പൊ ഒരു ഫർദിന് സുന്നത്താണ് നിസ്കരിച്ച നിസ്കാരം ബാത്തിലാവും. അപ്പം നിസ്കാരം ബാത്തിലാകാൻ സാധ്യതയുള്ള ഒരു കാര്യം അബദ്ധവശാൽ ഇമാമിന്റെ അടുക്കൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഈ മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം ഇമാമിന്റെ നിസ്കാരത്തിൽ ബാത്തിലാവുന്ന കാര്യങ്ങൾ വന്നുപോയി. അങ്ങനെ ഒരു നിശ്ചിത ഫർദിനെ സുന്നത്താണെന്ന് വിശ്വസിച്ചു പോയി. അത് ചെയ്യുന്നോലെ കഥ. ചിലോലൊന്നും ചെയ്യൂല, ബിസ്മിയെ ഓതൂല. എന്നാ പിന്നെ സുന്നത്താണെന്നും വിശ്വാസമില്ല, ഫർദാണെന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ സുന്നത്താണെന്ന് വിശ്വസിച്ചെങ്കിലും ചെയ്യൂലെന്ന് നിർബന്ധമില്ലല്ലോ. ഇനി തന്നെയല്ല, ഫാത്തിഹ വാജിബാണ്, എന്തല്ല ഫർദല്ല ഹനഫിയക്ക്. അതെന്നെ 3-ാമത്തെ 4-ാമത്തെ റക്അത്തിൽ വെറും സുന്നത്തേ ഉള്ളൂ. അപ്പൊ ഒരു ഫർദിനെ പറ്റി സുന്നത്താന്ന് വിശ്വസിക്കുന്ന നിസ്കാരം മാത്രമാവുന്നില്ല നിയമം. പിന്നെന്താ അപ്പൊ പിന്നെ ഓദീന് സുന്നത്താന്ന് വിശ്വസിച്ചുകൊണ്ടെങ്കിലും ബിസ്മി ഓദീന്, അല്ലെങ്കിൽ സുന്നത്താണെന്നുള്ള വിശ്വാസ പ്രകാരം എങ്കിലും 3-ാമത്തെ 4-ാമത്തെ റക്അത്തിന് ഫാത്തിഹ ഓദീന്. എന്നാ തുടരാ. കാരണം എന്താ? അവർക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണല്ലോ. ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ മാറി നിന്ന് ജമാഅത്തെ എണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല എന്ന ഒരു വിശാല ചിന്താഗതി കൊണ്ടാണ് വ്യത്യസ്ത മദ്ഹബുകാർ തമ്മിൽ തുടരാം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പലപ്പോഴും നോക്കിയാല് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടാൻ വളരെ സാധ്യത കുറവായിട്ടാ വരിക. പലപ്പോഴും കറാഹത്തുകളും അതുപോലെ തന്നെയല്ല നിസ്കാരം ബാത്തിലാകാൻ കാരണമാവുന്ന കാര്യങ്ങളും അതല്ലെങ്കിൽ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളും ഒക്കെ വരും. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി ഒരു 4 ആളെന്നെങ്കിലും കൂടി സ്വന്തം മദ്ഹബുകാര് കൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും അത് തന്നെയാണ് അഫ്ളൽ. എന്നാൽ മറ്റേ ജമാഅത്തിൽ നമ്മുടെ വിശ്വാസപ്രകാരം ബാത്തിലാണെന്ന് ഉറപ്പുള്ള കാര്യം ചെയ്തു എന്ന് ബോധ്യം വരാത്ത ഇടത്തോളം തുടരാം. ഫളീലത്ത് ഇത്ര കിട്ടുന്നൊന്നും ചോദിക്കണ്ട. എന്നാൽ ഒരാള് തുടർന്നു ഫി സുബ്ഹിൻ, സുബഹിസ്കാരത്ത് തുടർന്നു. ആരോട് തുടർന്നു? ബി മുസല്ലി സുന്നത്തിഹാ, സുബീന്റെ സുന്നത്ത് ഇരിക്കണോനോട്. ഒരാള് പള്ളി കയറി വന്നപ്പോ ഒരു മൗല്യാർക്കാക്ക നിക്കരിക്കണ കണ്ട്. അപ്പൊ ഈ സാധു കരുതി ആളുകളൊക്കെ നിക്കരിച്ച് പോയേക്കും. ഇപ്പൊ ഈ കിട്ടിയ ഉസ്താദ് അയാളെ തുടർന്ന് നിസ്കരിക്കാതെ വേഗം പോയി തെക്ബീർ കെട്ടി നോക്കുമ്പോ ഇയാൾ സുന്നത്താക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ ഒരു ഫോട്ടേച്ച്. അങ്ങനെ ഇവിടെ ഇമാമിന്റെ കൂടെ തുടർന്ന് ഇവന്റെ 2-ാം റക്അത്തിൽ ഇമാമിനോട് കൂടി 1-ാം റക്അത്ത് കിട്ടും എന്ന സാഹചര്യത്തിൽ ചെറിയൊരു കുനൂത്തും സലാത്തും സലാമും ചൊല്ലിയിട്ട് 1-ാം സുജൂദിനെത്തി. അങ്ങനെ ഇയാൾ സുജൂദ് ചെയ്തു. അല്ല, അങ്ങനെ ഇയാൾക്ക് കുനൂത്ത് കിട്ടി. ഇങ്ങനെ ചെറിയൊരു കുനൂത്തും സലാത്തും സലാമും ചൊല്ലി 1-ാം സുജൂദിൽ ഇമാമിന് അതിന്റെ ഇടക്കൊന്ന് കട്ടായോ? 2-ാമത് ബൈലൻസ് ഓണാകുന്നെന്താണ്? ആരൂരെ ഇടക്ക് കട്ടായി പിഞ്ഞോ? പിന്നെന്താ? ഞാൻ കരുതി പഠിച്ചോനെ ആകെ പറഞ്ഞൊക്കെ വെറുതെ ആയോ? ഇല്ല, ഓക്കെ എന്നാ. കാരണം ഇടയ്ക്ക് ബൈലൻസ് 2-ാമതൊന്ന് ഓണായി. അപ്പൊ എന്റെ അങ്ങനെ വന്നതെന്ന് അല്ലാഹു അലം. ആട്ടെ. അപ്പൊ എന്ത് പറഞ്ഞു വെച്ചാൽ സുബഹിസ്കരിക്കുന്ന എന്റെ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടു. അയാൾ ഫർദാണേക്കും നിസ്കരിക്കുന്നത് എന്നുള്ള അയാളോട് പോയി തുടർന്നു. അങ്ങനെ നിസ്കരിച്ചു. 2-ാമത്തെ റക്അത്തിൽ ഇയാൾ കുനൂത്ത് ഓതുന്നില്ല, പക്ഷേ കുറച്ച് സാവകാശം നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ വേഗം ചെറിയൊരു കുനൂത്ത് ഓതി ഇമാമിന്റെ കൂടെ 1-ാമത്തെ സുജൂദിലെത്തി. എന്നാൽ അവിടെ സഹ്വിന്റെ സുജൂദ് വേണ്ട എന്നതാണ് മാറ്റുന്നത്. ഇനി ആ സുജൂദ് ചെയ്തില്ല, അല്ല അപ്പം കുനൂത്ത് ഓതിയില്ല, എന്നാ സുജൂദ് വേണം എന്നതാണ് മാറ്റുന്നത്. ഇവിടെ രണ്ടിലും ഖിലാഫുണ്ട്. ഈ 2-ാമത് പറഞ്ഞോടത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനോട് തുടർന്നോടത്ത്
മൗമൂമ് കുനൂത്ത് ഓതി ഒന്നാം സുജൂദിൽ ഇമാമിന്റെ കൂടെ എത്തുമെങ്കിൽ മൗമൂമിന് കുനൂത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ, അങ്ങനെ കുനൂത്ത് ഓതി. എന്നാൽ അവിടെ സഹ്വിന്റെ സുജൂദ് വേണ്ട എന്നതാണ് മുഅ്തമദ്. കാരണം എന്താ? മൗമൂമിന്റെ നിസ്കാരത്തിൽ കുറവൊന്നും പറ്റിയിട്ടില്ല, അയാൾ കുനൂത്ത് ഓതിയാണ്. ഇമാമിന്റെ നിസ്കാരത്തിലും കുനൂത്ത് ഒന്നും കുറവ് വെച്ചിട്ടില്ല, കാരണം ഇമാമ് സുന്നത്ത് നിസ്കരിക്കുന്നത്. അത് പിന്നീടാണ് അയാൾക്ക് ബോധ്യപ്പെട്ടതെങ്കിൽ പോലും സുന്നത്ത് നിസ്കരിക്കുന്നവന് കുനൂത്ത് ഇല്ലല്ലോ. അപ്പൊ ഇമാമിന്റെ നിസ്കാരത്തിന് പറ്റിയ വീഴ്ച തന്നിലേക്ക് വന്നു എന്ന് പറയാൻ ഇമാമിന്റെ നിസ്കാരത്തിൽ ഈ മൗമൂമിന്റെ വിശ്വാസപ്രകാരവും യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. കാരണം അയാൾ സുന്നത്ത് നിസ്കരിക്കാനും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കുനൂത്തില്ല. അതേ സമയത്ത് ഇമാമ് കുനൂത്ത് ഓതൂലുള്ള സുന്നത്ത് നിസ്കാരമാകുമ്പോൾ സ്വാഭാവികമായും മൗമൂമും കുനൂത്ത് ഓതിയില്ല. എന്നാ സുജൂദ് ചെയ്യണോ വേണ്ടേ? അവിടെ രണ്ടഭിപ്രായമാണ്. സുജൂദ് ചെയ്യണ്ട എന്നതാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായത്തിന്റെ കാരണം എന്താ? ഇമാമിന്റെ നിസ്കാരത്തിന് ഒരു പോരായ്മയില്ല, കാരണം സുന്നത്ത് നിസ്കാരാണ്. ഈ മൗമൂമിന്റെ വിശ്വാസപ്രകാരം ഇമാമിന് കുനൂത്ത് സുന്നത്തില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇമാമിന് സഹു വെച്ചിട്ടില്ല, ഇമാമിന് സഹു മൗമൂമിലേക്ക് വരാനുമില്ല. പിന്നെ മൗമൂമ് കുനൂത്ത് ഓതിയിലാണ്. മൗമൂമ് കുനൂത്ത് ഓതാത്ത ഇമാമിനോട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇമാമ് ഹംലി ചെയ്യും. അടോ ഇമാമ് ഹംലി ചെയ്യും. അപ്പൊ മൗമൂമ് സുജൂദ് ചെയ്യണ്ടാന്ന്. സുബീന്റെ സുന്നത്ത് നിസ്കരിക്കുന്നവനോട് തുടർന്നവൻ കുനൂത്ത് ഓതിയാലും സുജൂദ് ചെയ്യണ്ട, കുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും സുജൂദ് ചെയ്യണ്ട. എന്നാ അവിടെ ഉണ്ട് മറ്റു ഖിലാഫ് ഇട്ടാ. പക്ഷെ അവിടെ മുഅ്തമദ് ഇങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ മൗമൂമിന്റെ ദൃഷ്ടിയിലും എന്തില്ല, ഇമാമിന് കുനൂത്ത് സുന്നത്തില്ല. അപ്പൊ ഇമാമിന് സഹ്വ് പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ നഖ്സ് മൗമൂമിന് വന്നിട്ടില്ല. എന്നാൽ ഇവൻ കുനൂത്ത് ഓതിയപ്പോ ഓദ്യം ചെയ്ത് ഇമാമിന് പോരായ്മ പറ്റിയിട്ടില്ല എന്നുള്ളവർക്ക് ഓക്കെ. എന്നാൽ ഇവൻ ഓതിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? ഇമാമിനോട് തുടർച്ചയുള്ള സമയത്ത് പറ്റുന്ന സഹ്വ് ഇമാമ് ചുമക്കുമല്ലോ. അപ്പൊ ഇവൻ കുനൂത്ത് ഓതാത്തതിനാൽ വന്ന സഹ്വ് ഇമാമ് ചുമക്കും. ഇമാമിനാണെങ്കിൽ കുനൂത്ത് തൊട്ടില്ലാണോ, അപ്പൊ ഇമാമിൽ നിന്നൊരു നഖ്സ് ഇങ്ങോട്ട് വരാനുമില്ല. അതുകൊണ്ട് സുജൂദ് വേണ്ടതില്ല. ഇനി വസ്സലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹുമാ ഐ ബഅദ തശഹുദിൽ അവ്വലി വൽ ഖുനൂതി, ഖുനൂത്തിന്റെ ശേഷവും ആദ്യ തഹിയ്യാത്തിന്റെ ശേഷവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പൊ ആദ്യത്തെ തഹിയ്യാത്ത് അതിനു വേണ്ടി ഇരിക്കൽ, സ്വലാത്ത് ചൊല്ലൽ. ഖുനൂത്തിന്റെ ശേഷം സ്വലാത്ത് അതിനു വേണ്ടി നിൽക്കൽ. ഇനി വസ്സലാത്തുൻ അലൽ ആലി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ് പിന്നത്തത്. എപ്പോഴും ബഅദ തശഹുദിൻ അഖീരിൻ, ഒടൂൽ അത്തഹിയ്യാത്തിന് ശേഷവും വഖുനൂത്തിൻ, ഖുനൂത്തിന്റെ ശേഷവും. ആദ്യം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താ. ഇനി ഖുനൂത്തിൽ നബി തങ്ങളുടെ മേലിൽ മാത്രമല്ല അവിടത്തെ കുടുംബത്തിന്റെ പേരിലും സ്വലാത്ത്. അതുപോലെ ഒടൂൽ അത്തഹിയ്യാത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള സ്വലാത്ത്. അതിപ്പോ എങ്ങനെ ഒടൂൽ അത്തഹിയ്യാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് മറന്നാലാണല്ലോ ഇപ്പൊ സുജൂദ് ചെയ്യാറ്. അതിപ്പോ എങ്ങനെ മറക്കല്? അത് മറക്കണ കോലം തിരിയണില്ലല്ലോ. അതിന് പറയുന്നത് വസൂറത്തി സുജൂദി, സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുന്ന രൂപം ലിതർക്കി സ്വലാത്തി അലൽ ആലി ഫി തശഹുദിൽ അഖീരി, ഒടൂൽ അത്തഹിയ്യാത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഉപേക്ഷിച്ചതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടി വരുന്ന രൂപം എങ്ങനെ? മറന്നൊക്കെയാണെങ്കിൽ അപ്പൊ ഓർമ്മ വന്നാണ് സലാം വീട്ടുന്നതിന് മുമ്പ് അത് ചെല്ലിയാ പോരെ. സലാം വീട്ടിയതിന് ശേഷം ഓർമ്മ വന്നാണെങ്കിലോ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തില്ലേ? അതിന് പറയുന്നത് അതിന് കോലം അയ്യത്തയക്കനായി മൗമൂമിന് ഉറപ്പാകുക തെർക്ക് ഇമാമിഹി, ഇമാം ഒഴിവാക്കി എന്ന് ലഹാ ഈ സലാത്തിന്. ഒടൂൽ അത്തഹിയ്യാത്തിൽ ഇമാമ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെയാണ് നിസ്കാരത്തിൽ സലാം വീട്ടിൽ പോയത് എന്ന് മൗമൂമ് സലാം വീട്ടുന്നതിന് മുമ്പ് അറിഞ്ഞു. ഇമാമ് പറഞ്ഞിട്ടോ മറ്റോ അറിഞ്ഞു കൂട്ടിക്കോളി. അങ്ങനെ അറിഞ്ഞാൽ അവിടെ ബാദാൻ സലാമോ ഇമാമ് സലാം വീട്ടും ചെയ്ത്, ഇമാമ് സലാം വീട്ടിഞ്ഞ അയാൾ ഇങ്ങോട്ട് വരുന്നില്ല, ഇയാൾ സലാം വീട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഇമാമിന് തന്റെ നിസ്കാരത്തിൽ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തതിനാൽ വന്ന പോരായ്മ ഈ മൗമൂമിന് ബാധിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാൾ സുജൂദ് ചെയ്തോട്ടെ. അതന്നെ വഖബല മുസ്ലിം മൗമൂമ് സലാം വീട്ടുന്നതിന് മുമ്പാണോ? ഇമാമ് സലാം വീട്ടി, മൗമൂമ് സലാം വീട്ടിയിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് മേൽ സ്വലാത്ത് ചെല്ലാതെയാണ് സലാം വീട്ടിയെന്ന് മനസ്സിലായാൽ ഇമാം ഒഴിവാക്കിയതിന് വേണ്ടിയിട്ട് ആ സഹ്വ് തന്നെ ബാധിച്ചത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന രൂപമാണ്. അതല്ലെങ്കിൽ ബാദാൻ സല്ലമ,
ഇനി മൗമൂ സലാം വീട്ടിയൊക്കെ ചെയ്തിന് വഖറുബൽ ഫസ്ലു, ഇടവേള ചുരുങ്ങി. നേരെ ഇമാമ് സലാം വീട്ടിയപ്പോ ഇമാമിന് ഒതു പറഞ്ഞു കൂട്ടിക്കോളി. മൗമൂമ് സലാം വീട്ടി. അപ്പം പറഞ്ഞു, എടാ ഞാൻ തങ്ങളുടെ കുടുംബത്തിന് മേലെ സലാം എല്ലാം പറഞ്ഞു. എന്നാ വേഗം ഫസ്ൽ ഖരീബാണെങ്കിൽ രണ്ടാമത് സുജൂദ് ചെയ്തിട്ട് ബാക്കി സലാം വീട്ടിയാൽ മതി. ഇത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ തയ്യാത്ത്, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത്, അവക്ക് മൂന്നിനും വേണ്ടി, അവ രണ്ടിനും വേണ്ടി ഇരിക്കൽ. സുബഹിയിലും വിത്തറിന്റെ റമളാന്റെ അവസാന പകുതിയിലെ വിത്തറിലും കുനൂത്ത് ഓതൽ, കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിന്റെ മേലും സ്വലാത്തും സലാമും ചൊല്ലൽ, അവക്ക് വേണ്ടി നിൽക്കൽ. പിന്നെ അപ്പൊ 6 അങ്ങനെ പോയി. ഇനി ബാക്കി 2 ഒടൂരത്തയ്യാത്തിന്റെ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അതിനു വേണ്ടിയിരിക്കൽ. ഇങ്ങനെ 8 കാര്യങ്ങൾ. ഇതിനാണ് ഇപ്പോ അബ്വാബു സുന്നത്ത് എന്ന് പറയുന്നത്. വസുമ്മിയത്ത് ഹാദിഹി സുനനു, ഈ പറയപ്പെട്ട സുന്നത്തുകൾക്ക് പറയപ്പെട്ടു അബ്ആലൻ. അബ്ആൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം, നിസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. എന്താ ഖുർബിഹ, ഈ സുന്നത്തുകൾ അടുത്തത് കൊണ്ട് ബിൽ ജബരി ബി സുജൂദ്, സുജൂദ് കൊണ്ട് പരിഹരിക്കേണ്ട സാഹചര്യമാണല്ലോ. അതുകൊണ്ട് ഇവ അടുത്തതിന് വേണ്ടി, എന്തിനോട് അടുത്തതിന് വേണ്ടി, ഇങ്ങനെ നേരെ ബന്ധം. ലിഖുർബിഹ മിനൽ അർക്കാനീന, അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യപ്പെട്ട ഘടകം. എന്നാൽ അബ്ആൽ എന്ന് പറഞ്ഞാൽ അത്ര അനിവാര്യമല്ലെങ്കിൽ പോലും അതിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാന ഘടകം തന്നെ. അപ്പം ഫർളുകളോട് അടുത്തിരിക്കുന്നു. ഏത് വിഷയത്തിൽ ബിജബിരി, ഒഴിവാക്കിയ സുജൂദ് ചെയ്ത് പരിഹരിക്കണം എന്നതുകൊണ്ട് ഫർളിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്നതായത് കൊണ്ടാണ് ഇതിന് അബ്ആദ് സുന്നത്ത് എന്ന് പറയാൻ കാരണം. ഇങ്ങനെയുള്ള ഈ 8 അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചു എന്ന് ബോധ്യം വന്നു, മറന്നുപേക്ഷിച്ചു എന്ന് ബോധ്യം വന്നാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചു ഒരു വേണ്ടിയില്ല. രണ്ടായാലും അതിന് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മറന്നാല്, വലൂനസിയ മറന്നാൽ, അല്ല വലിശക്കിഫി, വലിശക്കിഫി, ഈ അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് ചെയ്തോ എന്ന് സംശയിച്ചാലും സഹ്വിന്റെ സുജൂദ് വേണം. ആദ്യം പറഞ്ഞ അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നുള്ള ഉറപ്പാ. ഒഴിവാക്കി ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും, ചിലപ്പോൾ മറന്നിട്ടായിരിക്കും. ഏതായാലും ഒഴിവാക്കി എന്ന് പറഞ്ഞ ബോധ്യമുണ്ട്. അവിടെയാണ് ആദ്യം പറഞ്ഞത്. ഇതങ്ങനെയല്ല, സംശയ. ഞാൻ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയോ ഇല്ലയോ, അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയോ ഇല്ലയോ, അതുപോലെ തന്നെ ഖുനൂത്ത് ഓതിയോ ഇല്ലയോ, അല്ലെങ്കിൽ ഖുനൂത്ത് ഓതിയെന്ന് പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും സ്വലാത്തും സലാമും ചൊല്ലിയോ ഇല്ലേ, ഇങ്ങനെ സംശയം. ഫി തർക്കിബ് മിമ്മാ മറ മുഅയ്യനിൻ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു നിശ്ചിത അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ ഉപേക്ഷിച്ചോ എന്ന് സംശയം. ഏതോ ഒന്ന് ഉപേക്ഷിച്ചോ എന്നല്ല, അതാ മുഅയ്യൻ എന്ന് പറയാൻ കാരണം. ഉദാഹരണം, ആദ്യത്തെ തയ്യാത്തോദീന് പക്ഷെ അതിൽ സ്വലാത്ത് ചൊല്ലിയോ ഇല്ലേ, ഇങ്ങനെ സംശയം. അല്ലെങ്കിൽ ഖുനൂത്തോദീന്, അതിൽ സംശയമൊന്നുമില്ല. ഈ ഖുനൂത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയെന്ന് ഉറപ്പ്. അവിടത്തെ ആരിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയോ, അതിന് അബ്ആദ് സുന്നത്തല്ലല്ലോ അല്ലെ. അല്ല, ഒടൂൽ അത്തയ്യാത്തിന്റെ ഇങ്ങനെ ഖുനൂത്ത്, അല്ലെങ്കിൽ ഖുനൂത്തിൽപ്പെട്ട ഒരു കലിമത്ത്, അങ്ങനെ മതി. ഖുനൂത്ത് മുഴുവൻ വേണ്ട. നേരത്തെ പറഞ്ഞേക്ക് ഫൈനക തഖ്ലി പറഞ്ഞ ഫാ കൂടിയോ ഇല്ലേ, ഇങ്ങനെ നിശ്ചിതമായ ഏതെങ്കിലും ഒരു അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്ത് ഒഴിവായോ ഇല്ലേ എന്ന് സംശയിച്ചു. ഖുനൂത്തി ഒരു ഉദാഹരണം, ഖുനൂത്ത് പോലെ. ഹൽ ഫഅലഹു, ചെയ്തോ ചെയ്തില്ലേന്ന് സംശയം വന്നാൽ അവിടെ സഹ്വിന്റെ സുജൂദ് വേണം. എന്തിനാ? ചെയ്തോ ചെയ്തില്ലേ എന്ന് സംശയ സുജൂദ് വേണമെന്ന് പറയാൻ അസ്ല അത് മുഫീദ്. കാരണം ചെയ്യാതിരിക്കലാണല്ലോ അസ്ല്. പിന്നെ ചെയ്തു എന്നുള്ളത് ഉറപ്പില്ലാത്തോടത്തോളം അസ്ലുമൽ നിൽക്കുക. അപ്പൊ ചെയ്തിട്ടില്ല എന്ന സാധ്യതക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സുജൂദ് ചെയ്യുക. അപ്പോ 2 കാര്യം പറഞ്ഞു അബ്ആദ് സുന്നത്ത് വെച്ച് ബന്ധപ്പെട്ടതാ. ഒന്ന്, അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഒരു നിശ്ചിത സുന്നത്ത് ഒഴിവാക്കി എന്ന് ഉറപ്പുവന്നു. രണ്ടാമത് പറയുന്നത്, നിശ്ചിതമായ ഏതെങ്കിലും ഒരു അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതോ ഒരു നിശ്ചിത സുന്നത്ത് ഒഴിവാക്കിയോ ചെയ്തോ എന്നതിൽ സംശയ, എന്നാലും സുജൂദ് ചെയ്യണം. ഇനി വലൗ നസിയ മുൻഫരിദുൻ,
ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തി മറന്നുപോയി, ഔ ഇമാമുൻ അല്ലെങ്കിൽ ഇമാമ് മറന്നുപോയി. എന്തിനെ മറന്നു? ബാളൻ അബ്വാബു സുന്നത്തുകളിൽപ്പെട്ട ഒന്നിനെ. ഏതുപോലെയൊക്കെ തശഹുദിനെ പോലെ, ആദ്യത്തെ തഹിയ്യാത്ത് പോലെ, ആ കുനൂത്ത് അല്ലെങ്കിൽ കുനൂത്ത് പോലെ അതിനുള്ള കാര്യമായിട്ട് എന്നാള്. എന്നിട്ട് തലബ്ബസ ബിഫർളിൻ അടുത്ത ഫർളുമായിട്ട് അവൻ ബന്ധപ്പെട്ടു. അടുത്ത ഫർദ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മിൻ ഖിയാമിൻ അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് നൃത്തത്തിലെത്തി, ഔ സുജൂദിൻ അല്ലെങ്കിൽ കുനൂത്ത് വിട്ടിട്ട് സുജൂദിലെത്തി. എന്നാൽ ലം യജുസു ലഹു ആ മറന്ന വ്യക്തിക്ക് ജായിസാവൂല അൽ ഔദു ഇലൈഹി ആ താൻ മറന്ന കാര്യം ഉണ്ടല്ലോ ആ കാര്യത്തിലേക്ക് മടങ്ങിപ്പോകല് പറ്റൂല. എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്ത് മറന്ന് നൃത്തത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടിയിട്ട് മടങ്ങൽ ഹറാമാണ്. അതുപോലെ തന്നെ കുനൂത്ത് ഒഴിവാക്കി സുജൂദിലെത്തി എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം ഉൾപ്പെടെ 7 അവയവങ്ങളും സുജൂദിൽ നിലത്ത് വെച്ചു. എന്നാ പിന്നെ കുനൂത്തിലേക്ക് നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ആർക്ക്? ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നു. മൗമൂമിന്റെ അവസാനം വേറെ പറയും. ഫൈനാദ ജായിസാവൂലെന്ന് പറഞ്ഞ് ഇനി അങ്ങനെ മടങ്ങിയാലോ ലഹു ആ ഒഴിവാക്കിയാൽ മറന്ന അതിലേക്ക് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി. ബാദന്തിസാബിൻ അത്തയ്യാത്ത് മറന്ന് നൃത്തത്തിലേക്ക് പോയി നിർന്നതിന് ശേഷം മടങ്ങി കൊടുത്ത് അത്തയ്യാത്തേക്ക് മടങ്ങി. ഔ വളരെ ജബഹത്തി അതല്ലെങ്കിൽ നെറ്റിത്തടം നിലത്ത് വെച്ചു, അവയവങ്ങളൊക്കെ വെച്ച് സുജൂദിൽ നെറ്റിത്തടം കൂടി നിലത്ത് വെച്ചതിന് ശേഷം കുനൂത്ത് ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് മടങ്ങി. എങ്ങനെ? ആമിദൻ അബദ്ധവശാലല്ല, മനഃപൂർവ്വം ബോധപൂർവം മടങ്ങി. എങ്ങനെ? ആലിമൻ ബിതഹരീമി അടുത്ത ഫർളുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മടങ്ങി വരൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടിയിട്ട് നൃത്തത്തിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ കുനൂത്ത് ഓതാൻ വേണ്ടിയിട്ട് നൃത്തത്തിലേക്ക് മടങ്ങുകയോ ചെയ്താൽ ബത്വലത്തു സ്വലാത്തുഹു നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഓർമ്മയില്ലാതെ മടങ്ങിയാലോ നിസ്കാരം ബാത്തിലാവൂല. അപ്പൊ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ ഹറാമാന്ന് അവനെ അറിയില്ല. കുനൂത്ത് എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ള ആൾക്ക് അത് മടങ്ങി പോകാൻ പാടില്ല എന്നുള്ള വിവരം അറിയാതെയാണ് മടങ്ങിപ്പോയി. ഇന്നാൾക്കാരം മാത്രമാവില്ല, പക്ഷെ സഹ്വിന്റെ സുജൂദ് വേണം. അതുപോലെ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് വലിയ കാര്യമായ സംഗതിയാണ്, അത് ഒഴിവാക്കാൻ പറ്റൂല എന്ന നിലക്കങ്ങോട്ടന്നെ അത്തഹിയ്യാത്തിലേക്ക് തന്നെ തിരിച്ചിങ്ങോട്ട് ഇരുന്നു. അത് പാടില്ല എന്നാക്കാൻ അറിയില്ല, എന്നാ പാത്തിലാവൂല. അപ്പൊ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞാൽ നിസ്കാരം പാത്തിലാവും. എന്തുകൊണ്ട്? ഈ ഫർളൻ ഒരു ഫീലിയായ ഫർദിനെ മുറിച്ചത് കൊണ്ട്, ലിനഫ്ലിൻ ഒരു സുന്നത്തിന് വേണ്ടി, ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി ഒരു ഫീലിയായ ഫർദിനെ മുറിച്ചത് കൊണ്ട്. അങ്ങനെ ഫീലിയായ ഫർദ് അറിയാൻ പറഞ്ഞു പണ്ട് നമ്മൾ പറഞ്ഞാണ്. കൗലിയായ ഫർദിനെ മുറിക്കൽ നല്ലതല്ല, പക്ഷെ ഹറാം എന്ന് പറയാൻ പറ്റൂല. ഉദാഹരണം വജ്ജത്ത് ഓത് മറന്നു കണ്ട് ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം ഓർമ്മ വന്നു വജ്ജത്ത് ഓതിയിട്ടില്ല, അങ്ങനെ ഫാത്തിഹ മുറിച്ചിട്ട് വജ്ജത്തിലേക്ക് പോകാൻ പാടില്ല, പക്ഷേ ഹറാമൊന്നുമില്ല. കാരണം എന്താ? കൗലിയായ ഫർദിനെ മുറിച്ചുകൊണ്ട് സുന്നത്തിലേക്ക് പോകുമ്പോൾ നിസ്കാരത്തിന്റെ രൂപത്തിന് ഭംഗം വരുന്നില്ല എന്നാണ് അതിന്റെ കാരണം പറഞ്ഞത്. അതേസമയത്ത് ഫീലിയായ ഫർദിനെ മുറിച്ചിട്ട് സുന്നത്തിലേക്ക് പോകുമ്പോൾ നിസ്കാരത്തിന്റെ രൂപത്തിന് ഭംഗം വരും. അതുകൊണ്ട് അവിടെ ഹറാമാകാനും ബാത്തിലാകാനും ഒക്കെ കാരണം. ലാഹിനാദരഹു ആ മറന്നത് കൊള്ള മടങ്ങിയാൽ ബാത്തിലാവൂല. ജാഹിലൻ ബിതഹരീമി മടങ്ങിപ്പോലെ ഹറാമെന്ന് അറിയാതെ മടങ്ങിപ്പോയി. അവിടെ ജാഹില് മഅദൂറായിക്കൊള്ളുന്നില്ല, നാടൻ കാക്കാമാരായ മതി. വൈകാര മുഖാലിത്തല്ലന വിവരമുള്ള ആളുകളുമായി ഇടകഴുകുന്ന ആള് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട്? അന്നഹാദായ് ഇങ്ങനെയൊക്കെ അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് മറന്നുപോയി അടുത്ത ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം സുജൂദിന് വേണ്ടി അല്ല ഈ അബ്വാബ് സുന്നത്ത് ചെയ്യാൻ വേണ്ടി മടങ്ങി വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് മിമ്മയഫാലല്ലവാം. അതൊന്നും സാധാരണക്കാർക്ക് തിരിയില്ല, അതൊക്കെ കിതാബ് ഓതി പഠിച്ച മൗലവിമാർക്കേ തിരിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാൾ അറിയാതെ സംഭവിച്ചു പോയാൽ സാധാരണക്കാരനാണെങ്കിൽ അയാൾ ജഹ്ല് മഅ്ദൂറാണ്, അതുകൊണ്ട് അയാളെ നിസ്കാരം ബാത്തിലാവൂല. വഖദാനാസിയൻ അന്നഹൂഫിയ നിസ്കാരത്തിനാണെന്ന് ഓർമ്മയില്ലാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ എന്നാലും ഫലാ തുബ്തുലു അവിടെ ബാത്തിലാവൂല. കാരണം എന്താ? ആമിദൻ അരിമനല്ല. ആദ്യം പറഞ്ഞോടത്ത് അറിയാതെയാണ്, പിന്നെ പറഞ്ഞോടത്ത് ആമിദനല്ല സഹ്വനാണ്. എന്തുകൊണ്ട്? ഉദ്രിഹി കാരണം ഇത് സാധാരണക്കാർക്ക് അറിയാത്ത കാര്യമാണ് എന്നതുകൊണ്ട് അയാൾക്ക് എതിരുണ്ട്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ അങ്ങനെ പോയാലും സമൂഹുൽ ഔദു തിരിച്ചിങ്ങോട്ട് തന്നെ അടുത്ത ഫർദിലേക്ക് വരൽ നിർബന്ധമാവും. എന്താ താല്യം? ഈ അറിയാത്ത ആള് പറഞ്ഞു ഒരു മൂല്യാർക്കുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത്
അയാൾ കാണുന്നുണ്ട് ഇയാൾ നമസ്കാരം. ആദ്യത്തെ തയ്യാത്ത് മറന്നിട്ട് ഇയാൾ നിർത്തത്തെത്തി, നിർത്തുന്നുണ്ട് ഇയാൾ രണ്ടാമത് തയ്യാത്ത് ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കണ്. അപ്പൊ അത് കണ്ടപ്പോ ഈ ഉസ്താദ് പറഞ്ഞു, എടാ കുട്ടിയെ അല്ലെങ്കിൽ ആചാരെ, ആദ്യത്തെ തയ്യാത്ത് സുന്നത്താണ്, അത് ഒഴിച്ച് നൃത്തത്തിലേക്ക് വന്നാല് രണ്ടാമത് സുജൂദിലേക്ക് അല്ല അത്തയ്യാത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാ ഉടനെ എഴുന്നേറ്റോളണം. അപ്പൊ അറിയാതെ സംഭവിച്ചതാണ്, അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു, എന്നാ ഉടനെ എന്തായിക്കോളണം, തിരിച്ചു പോയിക്കോളണം. ഔ തതക്കുരി അല്ലെങ്കിൽ മറന്നതാ, ഇതിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെയാണ് പോയതേ. ഇനി പിന്നെ പഠിച്ചോനെ ഞാൻ ആദ്യത്തെ അത്തയ്യാത്തക്ക് നൃത്തത്തുനിന്നാണല്ലോ മടങ്ങിയതെന്ന് ഓർമ്മ വന്ന് അങ്ങോട്ട് തന്നെ പോണം. എന്നാൽ ബാത്തിലാവൂലെങ്കിലും സഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം. ഇത് വിവരമില്ലാതെയോ അല്ലെങ്കിൽ സഹുവായിട്ടോ സംഭവിച്ചതാണ് ഈ ഫർദിലേക്ക് എന്നെ മുറിച്ചിട്ട് സുന്നത്തിലേക്ക് മടങ്ങിയത് എങ്കിൽ അറിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ സഹുവായതിന്റെ പേരിൽ എഴുതുന്നുണ്ടെങ്കിലും നിസ്കാരം ബാത്തിലാവില്ല എന്നുള്ളൂ, സഹുവിന് സുജൂദ് ചെയ്യണം. എന്തുകൊണ്ട്? സിയാദത്തി ഖുഊദിൻ, ഒരു ഇരുത്തമേറെ എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് പോയതിനു ശേഷം രണ്ടാമത് വന്ന് ഇരുന്ന ഇരുത്തം എണ്ണപ്പെടൂലോന്. അപ്പൊ അവന് എണ്ണപ്പെടാത്ത ഒരു ഇരുത്തം അവൻ ചെയ്തു എന്നതുകൊണ്ട് അതിനുവേണ്ടി അത് മനഃപൂർവ്വം ചെയ്ത ബാത്തിലാവുന്നതാണ്, മറന്നു ചെയ്തതായതുകൊണ്ട് സഹുവിന് സുജൂദ് ചെയ്യണം. ഔ എത്തിദാലിൻ ഫി ഗൈരി അസ്ഥാനത്തൊരു എത്തിദാല് എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് എത്തിയതിനു ശേഷം രണ്ടാമത് എത്തിദാലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്ഥാനമില്ലാത്ത സ്ഥാനത്ത് വന്ന എത്തിദാലാണ്. അപ്പൊ ഒരു എത്തിദാലിനെ അധികരിപ്പിച്ചു അല്ലെങ്കിൽ ഒരു ഇരുത്തത്തെ അധികരിപ്പിച്ചു എന്നത് കൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലാകേണ്ടതാണ്. പക്ഷെ ഇത് അറിവില്ലാതെ സംഭവിച്ചതായതുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ സംഭവിച്ചതായതുകൊണ്ട് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അവിടുന്നാണ്ട് പോയാലും ഞെത്തൂല. ഇതിപ്പോ ഒറ്റക്ക് സ്കരിക്കുന്നവനും ഇമാമും ആണെങ്കിലാണ് എന്തു പറഞ്ഞത്, അടുത്ത ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ ഇനി അവിടത്തേക്ക് മടങ്ങി വരാൻ പാടില്ല. മടങ്ങി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വന്നാ ബാത്തിലാവും. അതുപോലെ അറിയാതെയോ ഓർമ്മയില്ലാതെയോ സംഭവിച്ചതാണെങ്കിൽ ഉടനെ ഓർമ്മ വരികയോ അറിയുകയോ ചെയ്താൽ ഉടനെ അതിൽ നിന്ന് പിന്മാറണം. അവസാനം സഹുവിന്റെ സുജൂദും ചെയ്യണം എന്ന് പറഞ്ഞത് ഇമാമിനെ പറ്റിയും ഒറ്റക്ക് സ്കരിക്കുന്നതിനെ പറ്റിയാണ്. മൗമൂന് ഇങ്ങനെ സംഭവിച്ചു, ഇമാമ ഖുനൂത്ത് ഓതിക്കൊടുക്കുകയാണ്, അത് ഓർമ്മയില്ലാതെ ഇയാൾ സുജൂദുക്ക് പോയി, അല്ലെങ്കിൽ ഇമാമോട് ആദ്യത്തെ തയ്യാത്തിലെ ഇരുത്തത്തിലാണ്, ആ സമയത്ത് മൗമൂമ് ഓർമ്മയില്ലാതെ നിർത്തക്ക് പോയി. ഇന്നാ എന്താ വേണ്ടത്? അത് ഇൻഷാ അല്ലാഹ് നാളെ അത് കുറച്ച് കാര്യമായി പറയാനുള്ള വിശാലമായ ഭാഗമാണ്. എന്നാണ് ഈ സമയം കഴിഞ്ഞും ചെയ്തു. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി സമയം കുറച്ചു നേരം ഇന്ന് 3:30 ആകുമ്പോക്ക് നമുക്ക് നിർത്തണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഖത്മ് ദുആ ചെയ്യാനുണ്ട്, സ്വലാത്ത് ദുആ ചെയ്യാനുണ്ട്, ഒക്കെ ഉണ്ട്. ഇന്നലെ സമയം കിട്ടിയില്ല. ഇതിന്റെ പുറമെ ഇന്നാവുമ്പോ തിങ്കളാഴ്ച ആകുമ്പോ കുറച്ചുകൂടി നല്ലതുമാണല്ലോ. അപ്പൊ എന്നാ ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് സംശയം ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ.